നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തെ കലുഷിതമാക്കാൻ വേണ്ടി പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ശിരോവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. ഈയൊരു വിവാദം എത്ര കാലം കത്തിച്ചു നിർത്താം എന്നാണ് പലരും ആലോചിക്കുന്നത്. എങ്ങനെ ഇതില്ലായ്മ ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിന് പകരം പ്രധാനമായും എനിക്ക് പറയാനുള്ളത്, ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. വിവാദങ്ങൾ വന്നാൽ അവയെ വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുകയും നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രശംസനീയമായ സാമൂഹിക അന്തരീക്ഷം, നമ്മുടെ ചരിത്രം നാം ഓർത്തുകൊണ്ട് അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയുമാണ് വേണ്ടത്. പലപ്പോഴും എവിടെയെങ്കിലും സംഭവിക്കുന്ന ചെറിയ അബദ്ധങ്ങൾ അത് മറ്റുള്ളവരെ ഏറ്റെടുക്കുകയും ഊതി വീർപ്പിക്കുകയും വലുതാക്കുകയും ആണ് ചെയ്യുന്നത്. ഒരു സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ വിദ്യാർത്ഥിക്ക് ആ സ്കൂളിലുള്ള പഠനം മുടങ്ങുകയാണ്. ഇതൊരു അധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ ഒരു സമയത്തുള്ള ചിന്തയിലെ ഒരു അബദ്ധം കൊണ്ട് സംഭവിച്ചതാകാനാണ് സാധ്യത. അത് പിന്നീട് പ്രിൻസിപ്പലിൻ്റെ ഭാഷ്യമായി മാറുന്നു, പൊതു രാഷ്ട്രീയ വിഷയമാകുന്നു, വർഗീയവൽക്കരിക്കപ്പെടുന്നു. അതിനെ കത്തിച്ചു നിർത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് അങ്ങനെയുള്ള ഒരു നിലപാടുണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. നാളിതുവരെയായും വേദക്കാർ എന്ന നിലയ്ക്ക് മുസ്ലിം സമൂഹത്തോട് ഏറ്റവും വലിയ അടുപ്പം കാണിച്ചവരും നമ്മുടെ അനുഭവത്തിൽ ഏറ്റവും വലിയ സൗഹാർദ്ദം പുലർത്തിപ്പോരുന്നവരുമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതു തന്നെ, വലതജിദന്ന അഖ്റബഹും മവദ്ദതൻ ലില്ലദീന ആമനു അല്ലദീന ഖാലു ഇന്നാ നസ്വാറ. മുസ്ലിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹവും അടുപ്പവും കാണിക്കുന്നത് നസാറാക്കൾ എന്ന് പറയുന്നവരാണ് എന്നാണ്. അത് നമ്മുടെ അനുഭവത്തിലും നാം ധാരാളമായി കണ്ടിട്ടുള്ളതും ആണ്. മാത്രമല്ല, തലമറക്കുക എന്ന് പറയുന്നതിന് പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ എതിർക്കാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ ഈ ഒരു വിവാദം നടക്കുന്ന സമയത്ത് വിദേശത്താണുള്ളത്. അവിടെ വെച്ച് കേരളത്തിലെ വാർത്തകൾ നോക്കിക്കാണുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയും അവരുടെ കൂടെ ഉള്ള സ്ത്രീകളുമെല്ലാം തലമറച്ചിട്ടുണ്ട്. അപ്പോൾ തലമറക്കൽ പരിശുദ്ധമാണ്, വിശുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ്. അവരെങ്ങനെയാണ് തലമറക്കുന്നതിനെ എതിർക്കുക? മാത്രമല്ല, മുസ്ലിംകൾക്കിതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിങ്ങൾക്ക് തലമറച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്നലെ വരെ തലമറക്കാതെ വന്നൊരു കുട്ടി ഇന്നു മുതൽ എന്തിനു മറക്കുന്നു എന്ന് ചോദിക്കുന്നത്, കുട്ടികളാകുമ്പോൾ മതനിയമങ്ങൾ അവരുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു വരുന്നതേയുള്ളൂ. കൊച്ചുപ്രായത്തിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു വരണം. 7 വയസ്സാകുമ്പോഴാണ് ഒരു കൽപ്പനാരൂപത്തിൽ കുട്ടികളോട് മതനിയമങ്ങൾ പറയുന്നത്. 10 വയസ്സാകുമ്പോഴാണ് അത് കർക്കശമായ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് അവരെ ശീലിപ്പിക്കുന്നത്. പ്രായപൂർത്തിയാകുമ്പോഴാണ് നിർബന്ധമായും ചെയ്യേണ്ടത് എന്നതുകൊണ്ട്. എന്നാൽ 10 വയസ്സാകുമ്പോൾ തന്നെ കർക്കശമായും അത് ചെയ്യിക്കൽ പാരൻസിന് നിർബന്ധമാണ്. അപ്പം ഇന്നലെ വരെ ചെയ്യാത്തൊരു കാര്യം കുട്ടികൾ ഇന്ന് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ലെങ്കിൽ ഇന്നലെ വരെ തെറ്റായ വഴിയിലൂടെ നടന്നിരുന്ന ഒരാൾ ഇന്നു മുതൽ നന്നാകാൻ വിചാരിച്ചാൽ എന്തിനാണ് ഇന്നു മുതൽ നന്നാകുന്നത് എന്ന ചോദ്യത്തിനും യഥാർത്ഥത്തിൽ പ്രസക്തി ഇല്ല. വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മുസ്ലിങ്ങൾക്കിത്. അത് ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. മുസ്ലിംകളിൽ എല്ലാ വിഭാഗം ആളുകളും അംഗീകരിച്ചിട്ടുള്ളതാണ്. സ്ത്രീകൾ അവരുടെ ശരീരം മറക്കണം. മുഖവും മുൻകൈയും മറക്കേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ മാത്രമാണ് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളത്.
തലമറക്കണം, കാലുമറക്കണം, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ അന്യപുരുഷൻ്റെ മുന്നിൽ പൂർണ്ണമായും മറക്കണം എന്ന കാര്യത്തിൽ ഏതെങ്കിലും കർമ്മശാസ്ത്രപരമായ ഗവേഷണ ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ അത്തരം സ്കൂളുകൾക്കിടയിലോ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്തതാണ്. ക്രിസ്ത്യാനികൾക്കും അങ്ങനെ തന്നെയാണുള്ളത്. ക്രിസ്ത്യാനികൾ അതുകൊണ്ടാണ് തലമറക്കുക എന്നതൊരു വിശുദ്ധ കാര്യമായി കാണുന്നത്. വിശുദ്ധ ബൈബിളിൻ്റെ പൗലോസ് എഴുതിയിട്ടുള്ള കത്തുകളിൽ, കൊരിന്ത്യോസിന് എഴുതിയിട്ടുള്ള കത്തുകളിൽ പറയുന്നത്, ശിരോവസ്ത്രമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു എന്നാണ്. അത് തലമുണ്ടനം ചെയ്യുന്നതിന് തുല്യമാണ്. സ്ത്രീ ശിരോവസ്ത്രം ഇടുന്നില്ലെങ്കിൽ മുടി മുറിച്ചു കളയട്ടെ. മുടി മുറിക്കുന്നതും മുണ്ടനം ചെയ്യുന്നതും സ്ത്രീക്ക് അപമാനമാണെങ്കിൽ അവൾ ശിരോവസ്ത്രം ഇട്ടുകൊള്ളട്ടെ എന്നാണ്. കൊരിന്ത്യർക്ക് അയച്ച 1-ാം കത്തിലാണ് പൗലോസ് ഇക്കാര്യം പറയുന്നത്. ബൈബിളിൽ ഇത്തരം സ്ത്രീകളുടെ ഹിജാബിനെ കുറിച്ച് തന്നെ വിശദീകരിച്ചുകൊണ്ടുള്ള ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഹിജാബ് എന്നുള്ളൊരു പ്രയോഗം തന്നെയാണ് യഥാർത്ഥത്തിൽ ഹിബ്രു ബൈബിളിലെല്ലാം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് വിശുദ്ധമായി കരുതുന്ന ആളുകളാണ് ക്രിസ്ത്യാനികൾ. അതുപോലെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ വളരെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. മുസ്ലിമിൻ്റെ പേര് വെച്ച മതം പ്രാക്ടീസ് ചെയ്യാത്ത ആളുകളുണ്ടാകാം. അതേതു മതത്തിൻ്റെ ആളുകളുമുണ്ട്. സിഖുകാർ തലപ്പാവ് ധരിക്കാത്തവരും താടി വയ്ക്കാത്തവരും തലമറക്കാത്ത സ്ത്രീകളൊക്കെ സിഖുകാരായിട്ടുള്ള കുടുംബങ്ങളിൽ പിറന്നവരെ പഞ്ചാബിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. അത് അവർക്ക് മതവുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഉദിക്കുന്ന പ്രശ്നം മതത്തിൽ ഇതുണ്ടോ അല്ലെങ്കിൽ അനിവാര്യമാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയെല്ലാം, മറിച്ച് അത് വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ളൊരു കാര്യം ഒരാൾ അനുവർത്തിക്കണം എന്ന് വിചാരിച്ചാലും അവർക്കത് അവകാശം കൊടുക്കണം എന്നുള്ളതാണ്. ധാരാളം ക്രിസ്ത്യാനികളുടെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ തലമറച്ചു പോകുന്നുണ്ട്. തൊപ്പി ധരിച്ചു പോകുന്ന ആൺകുട്ടികളുണ്ട്. അതിനൊന്നും സഭയുടെ ഭാഗത്തുനിന്നോ ചർച്ചിൻ്റെ ഭാഗത്തുനിന്നോ എതിർപ്പുള്ളതായി നാം കണ്ടിട്ടില്ല. എവിടെയെങ്കിലും അപൂർവമായി ഉണ്ടാകാം. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, ധാരാളം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട്. ശബരിമലയിൽ പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന്, അവർക്കൊരു മാസമോ 2 മാസമോ ഒക്കെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല, അതൊരാദരവോടുകൂടിയാണ് കാണുന്നത്. പൊട്ടുതെട്ടു വരുന്ന കുട്ടികളുണ്ട്. കുരിശ് ധരിച്ചു വരുന്നവരുണ്ട്. കുരിശ് ധരിക്കൽ അവർക്ക് മതത്തിൻ്റെ ഒരു എസൻഷ്യൽ ഭാഗമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായി ചില കുടുംബത്തിൽപ്പെട്ടവർ, വിദ്യാർത്ഥികൾ പോലും കുരിശ് ധരിച്ചു വരിക എന്ന് വരുമ്പോൾ അതിന് തടയാറില്ല. സ്കൂളിൽ, മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ തൊപ്പി ധരിക്കുന്നത് ചിലയിടങ്ങളിൽ അത് യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് പുസ്തകങ്ങളിൽ, പ്രോസ്പെക്ടസുകളിൽ എഴുതി വച്ചിട്ടുള്ളതാണ്. അതുപോലെ പെൺകുട്ടികൾക്ക് തലമറക്കുന്നതും എഴുതി വച്ചിട്ടുള്ളതാണ്. എന്നാൽ അതേ സ്കൂളിൽ വരുന്ന അമുസ്ലിം വിദ്യാർത്ഥികളെ തൊപ്പി വയ്ക്കാനോ വിദ്യാർത്ഥിനികളെ തലമറക്കാനോ നിർബന്ധിക്കാറില്ല എന്ന് മാത്രമല്ല, ചെറിയൊരു പ്രേരണ പോലും അവർക്ക് നൽകാറില്ല. കാരണം അതവരുടെ മതത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ സ്വാതന്ത്ര്യമാണ്. അതവർ പാലിച്ചു കൊള്ളട്ടെ എന്ന് തന്നെയാണ് വെക്കുന്നത്. അങ്ങനെയാണ് വെക്കേണ്ടതും. ക്രിസ്ത്യാനികളും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതൊരു മതത്തിൻ്റെ പ്രശ്നമാക്കിയെടുത്ത് വർഗീയമായി വൽക്കരിച്ച് രാഷ്ട്രീയമായ മുതലെടുപ്പുകൾക്ക് ആരോ ശ്രമിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള വിവേകമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നാണ് എനിക്കിവിടുത്തെ എല്ലാ ജാതി മതസ്ഥരോടും ഈ ഭാരതത്തിൻ്റെ മുഴുവൻ പൗരന്മാരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു ഓരോ മതത്തിനും അതിൻ്റെ ഒരു രീതി അനുസരിച്ച് ജീവിച്ചുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹ സൗഹാർദ്ദത്തോടെ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി നിലകൊള്ളാൻ നമുക്കെല്ലാം അവസരങ്ങളുണ്ടാകട്ടെ, തൗഫീഖ് ഉണ്ടാകട്ടെ. നാട്ടിൽ ഛിദ്രതയും അരാജകത്വവും വളർത്തുന്ന ശക്തികളെ തിരിച്ചറിയാനും അത്തരം കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യാനും നമ്മുടെ നാടിനും ഈ നാടിൻ്റെ ജനങ്ങൾക്കും കഴിയട്ടെ എന്ന്